അമീർ ഖാൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നൊരു പടമാണ് ഹാപ്പി പട്ടേൽ. അതിനൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്, നമുക്കത് കണ്ടു നോക്കാം. അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്, ഞാനൊരു ടീസർ ട്രെയിലറൊക്കെ പ്രതീക്ഷിച്ചത്. മോസ്റ്റ് ഖതർനാക്ക് അനൗൺസ്മെൻറ്റ്. വീർദാസ് ഡയറക്റ്റ് ചെയ്യണം, കവിശാസ്ത്രി സ്ക്രീൻ क्या बनाया है? फिल्म। ये फिल्म है, ये जो तूने बनाया ये फिल्म है. तूने बोला था एक्शन है फिल्म है, स्पाई फिल्म है, थ्रिलर है, एक्शन है. किधर एक्शन? सर एक्शन है, मारपीट है फिल्म में. जो बुरी फिल्म में तू पिट रहा है वो एक्शन है. Yes. मतलब अपना हीरो पिट रहा है पूरी पिक्चर में, वो तेरा एक्शन है. हाँ. क्या तेरे को स्टैंड अप कॉमेडी करना चाहिए यार. पिक्चर में मत घुस तो भाई, गलती हो गई यार. तो रोमांस, तू बोला था बहुत रोमांस होएगा. सर पूरा लव ट्रैक है. जो तू चाटा खा रहा है हीरोइन से, उसको रोमांस बोल रहा है. वो जब तेरे को मिलती चाटा मारती, वो रोमांस है. वो रोमांस है. 2025 है सर, कुछ लोगों को पसंद है ना डोमिनेशन. बकवास बंद कर. डोमिनेशन. पर एक आइटम सॉन्ग में बोला था डाल दीजिए. प्रोड्यूसर का एक रिक्वेस्ट था, एक आइटम सॉन्ग डाल दिया, खुद बच जाएंगे. करेक्ट? यही था आपका डिस्कशन. तो आइटम गर्ल किसको लिया तूने? नहीं बता किसको लिया आइटम गर्ल? खुद को. कौन से एंगल से तू आइटम गर्ल लगता है? क्या लगता है? टॉप एंगल, नीचे का एंगल, कौन से एंगल से तू आइटम गर्ल लगता है? बस सर ऑडियंस पिक्चर देख रहे हैं, क्या पता है अच्छा रिस्पांस मिलेगा उनको. फ्लॉप. अब ये दरवाजा खुलेगा, पब्लिक आके बाहर अपने को गाली देगी. फ्लॉप पिक्चर बनाया तुमने. सर फ्लॉप सबकी होती है, आपकी लाल सिंह. സെൽഫ് ട്രോളാണോ? एक फिल्म क्या बना दी, सब पीछे बैठे. हाँ मैं सर आपने बोला था अलग हटके फिल्म बनानी है, आपने बोला था. वो मैं सिर्फ अपनी फिल्म में बोलता हूँ, सिर्फ टोकने के लिए. सच में हटके फिल्म नहीं बनानी है, समझा? हटके फिल्म है. हट क्या बनाएगा? हाँ? हट क्या बनाएगा? Amazing. मैंने जो बोला था हट के फिल्म बनाना है, नॉर्मल फिल्म नहीं बनाना है. हट के क्या बनाएंगे? क्या बात. क्या एक्शन था, तो इतना मजा आया हर सीन देखने में. एक्शन And the romance. Oh my god. डोमिनेशन. तेरे को डोमिनेशन पसंद है? Yes. I knew it. रोमांस मेरा भी फेवरेट है इस पिक्चर में. सर लेकिन बेस्ट तो भी का आइटम नंबर था. ये किसी आइटम गर्ल को लेने वाला था. तू खुद कर तू. क्या ऑडियंस रिस्पांस रहेगा? वेल डन. ഖതർനാക്ക് ജാസൂസ്. ഇമ്രാൻ ഖാനല്ലേ അത്? അമീർ ഖാൻ ഉണ്ടല്ലോ. ആ മറ്റേ ഡൽഹി ബെല്ലി വൈബിലൊരു പടമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ കളർഫുൾ ഡൽഹി വലി. അതെ കളറും അതെ. പക്ഷെ അത് അതിൻ്റെ ട്രെയിലറോ ടീസറോ എന്തെങ്കിലും വന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പക്ഷെ അവർക്ക് നല്ല വിശ്വാസമുള്ള പോലത്തെ ഒരു അല്ല, അവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ടോൺ അറിയാമല്ലോ. അപ്പോൾ ആ ടോണിനൊരു ഫാൻസ് ഉണ്ടാവുന്നൊരു ഉറപ്പാണ് അവർക്ക്. വീർദാസിൻ്റെ ആക്ച്വലി ഞാൻ കുറച്ചധികം സ്റ്റാൻഡപ്പ് കോമഡി കണ്ടിട്ടുള്ളതാണ്. എനിക്ക് നല്ല പരിപാടികളും ഉണ്ട്, പിന്നെ ചിലതിങ്ങനെ വീർദാസ് ഫാൻസ് താഴെ അല്ല നല്ല അല്ല നേരത്തെ നടുക്കിരിക്കുന്നവനും ടൈപ്പ് ചെയ്യാൻ ഇടത്ത സൈഡിലിരിക്കുന്നവര് ഒന്നും പിടിക്കത്തില്ലെന്ന് പറയും. ഏറെക്കുറെ സെയിം കളറൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു പറയാനും പറ്റും. തൊപ്പി വെച്ചാൾ അത് തന്നെ, തൊപ്പി വെച്ചാൽ അവന് വീർദാസിന്റെ കോമഡി ഇഷ്ടമല്ല. അല്ല ഞാൻ പറഞ്ഞ വീർദാസിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ചില ഇങ്ങനെ കാര്യം പറയും പുള്ളി. ഞാൻ ചിരിക്കാനിങ്ങനെ പോയിരിക്കുമ്പോഴത്തേക്കും കാര്യം പറയുമ്പോൾ ഓക്കെ ഒരു പടത്തിൻ്റെ ടീസറോ ട്രെയിലറോ എന്തെങ്കിലും വരണം. എനിക്ക് ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഡയറക്ഷനാണ് ആണെന്ന് തോന്നുന്നു.
ഇത് ലുക്ക് രസമുണ്ട് ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയല്ല. അപ്പോൾ അതിൻ്റെ ടീസർ ട്രെയിലർ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ അതും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ കുറച്ച് വിഷയം കണ്ടല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ഇമ്രാൻ ഖാനുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. പുള്ളിയുടെ ലൈൻ ഓഫ് റൈറ്റിംഗ് എപ്പോഴും യങ് ഓഡിയൻസിനാണ് കൂടുതൽ അവരെ ഇറങ്ങി വരുന്നവരെ കാണിച്ചത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവും, പക്ഷേ യങ് ഓഡിയൻസുമായിട്ട് കണക്ട് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന മേജർ ഓഡിയൻസ് അവരാണ്. അങ്ങനത്തെ ഒരു പടം അവരെ കേട്ടർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പടമായിരിക്കും. ഒരു പക്ക ഡാർക്ക് ഹ്യൂമർ, അല്ലെ ഡാർക്ക് ഹ്യൂമർ പ്ലസ് ചിലപ്പം ഒരു പടിക്ക് മേലോട്ട് പോയിട്ട് കുറച്ച് സെൻസ്ലെസ് ഹ്യൂമർ ലൈൻ ആയിരിക്കും. ഒരു ഖതർനാക് ജാസൂസ് എന്ന ലൈനില്ലേ, അപ്പോൾ അവർക്ക് അത്രയും ഡാർക്ക് ഹ്യൂമർ ലൈനിൽ ആ മീറ്റർ പിടിക്കണമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഡൽഹി ബെല്ലിയൊക്കെ കുറച്ചുകൂടെ ലൗഡായിട്ട് പടമായിട്ട് പിടിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു മറ്റേ ഇവൻ ഈ ഇതിനകത്ത് പറയുന്നതല്ലേ അവൻ തന്നെ ഐറ്റം സോങ് ചെയ്തെന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ഈ ടീച്ചറിനകത്ത് കാണിക്കുമെന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം കാണിച്ചായിരുന്നല്ലോ. അല്ല, അത് അടുത്ത ടീച്ചർ ട്രെയിലൊക്കെ വരുമ്പം അല്ലെ സോങ്ങൊക്കെ പാട്ടൊക്കെ ഇറങ്ങുമായിരിക്കും. അത് എന്തായാലും പടത്തിന് മുമ്പ് അവർക്ക് ഹിറ്റ് ആക്കേണ്ടി വരുമായിരിക്കും. ഇതിപ്പോൾ എന്താ ഡേറ്റ്? അപ്പോൾ സിനിമയുടെ അടുത്ത അപ്ഡേറ്റ്സ് വരട്ടെ, നമ്മൾ അതും റിയാക്ട് ചെയ്യുന്നതായിരിക്കും.